ഹായ് എന്താണ് മച്ചാന്മാരെ, നമ്മളെ വ്ളോഗ് ജീവിതം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ജീവിതം. ക്യാമറ കില്ലാടി കില്ലാടി ഗായ്സ്. അപ്പം കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാർക്കും, കേരളത്തിലല്ലേ ലോകമെമ്പാടും ഉള്ള ആൾക്കാർ അനുഭവിക്കുന്ന ആ ഒരു വിഷമം ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കഷൻ്റെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ, ഹെയറൊക്കെ പോയി തുടങ്ങി. അപ്പം അതിനൊരു സൊല്യൂഷൻ വേണം എന്ന് ഞാൻ ചിന്തിച്ച് അവസാനം ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. എന്താണ് ആ സൊല്യൂഷൻ? സൊല്യൂഷന്റെ മുന്നിലാണ് നമ്മൾ തിരിഞ്ഞു കാണിക്കും, കറങ്ങി എങ്ങനെ ഇപ്പുറത്ത്. ഗൈസ്, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, ഹെയർ ഓഫ് ക്രാഫ്റ്റ്. ഞാൻ GFC ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരുപാടൊക്കെ കേട്ട് അത് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ച്. അപ്പം എന്താണ് സംഭവം അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോൾ എവിടെ പോയി തിരക്കണം എന്നുള്ള ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തപ്പം നമുക്ക് കുറേ കാലം കൊണ്ട് കേട്ട് പരിചയമുള്ളൊരു പേര് വേണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹെയർ ഓഫ് ക്രാഫ്റ്റ് ചൂസ് ചെയ്തത്. വന്നപ്പം അവിടുത്തെ കാര്യം ഞാൻ വൺ ടൈം ഓൾറെഡി ഞാൻ വന്ന് കൺസൾട്ട് ചെയ്തതാണ്. അപ്പോൾ അപ്പോഴാണ് ആൾക്കാരെൻ്റെ അടുത്ത് GFCയെ കുറിച്ചിട്ടൊക്കെ ആൾക്കാരല്ല, ഇവിടുത്തെ ഡോക്ടറിൻ്റെ അടുത്ത് GFCയെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അപ്പം ഞാൻ ജസ്റ്റ് വന്ന ടൈമിൽ ഞാൻ നമ്മുടെ ക്യാമറ കില്ലാടിയും കൂടി വിളിച്ചു. കാരണം നമ്മളെ ട്രീറ്റ്മെൻ്റൊക്കെ ഒരു ഷോർട്സ് പോലെ റീലാക്കുന്നുണ്ട് നമ്മൾ. അപ്പം അതിൻ്റെ കുറച്ച് BTSും കൂടെ ഒക്കെ ഒന്ന് കാണാം ഗൈസ്, കാണാം. ഇനി നമ്മുടെ ജീവിതം ഇതാണ് ഗൈസ്, വ്ളോഗ് ജീവിതം. വരൂ ഗൈസ്, നമുക്ക് അകത്തോട്ട് പോകാം. യെസ്. അപ്പം നമ്മളിത് കറങ്ങി വന്നപ്പോൾ ഇവിടെ ഉണ്ട്. ലിഫ്റ്റിൽ വന്നാൽ നമ്മളിങ്ങനെ കുത്തുക. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കമൻറ്റ് പറയുമായിരിക്കും, എടാ ഇവിടെ അല്ലല്ലോടാ അവിടെ അല്ലേ കുത്താനുള്ളതെന്ന്. നമ്മൾ എവിടെ വേണോ കുത്തും. അയ്യോടെ വരണം ലിഫ്റ്റ്, എവിടെ കുത്തിയാലും. അയ്യോ വന്നത് അപ്പുറത്താണെന്ന് തോന്നുന്നു. നോ ഗൈസ്, ഇതാണ് ലിഫ്റ്റിനകത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിനകത്താണ്. യെസ്, അതിൽ കുത്തിയപ്പോൾ അടഞ്ഞു. നമ്മൾ ഞകത്ത് പോയി നമ്മൾ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. നമ്മളെ വാളിത്തനം നമ്മൾ കാണിക്കില്ല. നമ്മളകത്തോട്ട് കയറാൻ പോണി ഗൈസ്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ ലിഫ്റ്റാണ് കണ്ടിടുന്നത്. അകത്ത് കയറിയിട്ട് പോകാനുള്ള ഫ്ലോർ കുത്തണം, നല്ല ലിഫ്റ്റ് പോകും. പോയി ചെറിയൊരു അബദ്ധം പറ്റി ഗൈസ്. ഞാനിവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കയറിയതും ഇവിടെ സംസാരിച്ചതും എല്ലാം ഇവരിവിടെ സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്പീക്കറിൽ. സോ അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ നല്ല രീതിയിൽ വരും. മലയാളം സോങ്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് ഗൈസ്. ഐ ആം ദ സോറി ഗൈസ്. സമയമായിട്ടുണ്ട് ഗൈസ്, നമ്മളകത്തോട്ട് പോവുകയാണ്. ഇവിടെ മൊത്തത്തിൽ എനിക്ക് ഇവിടുത്തെ വോയിസ് മുഴുവനും കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിന് ഞാനത് ചിന്തിച്ചില്ല. ഡോക്ടർ അവിടെ നിന്ന് ഓടി വരുമ്പോഴൊക്കെ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അതെന്താണെന്ന് എനിക്ക് മറന്നുപോയി. കണ്ണിനുള്ളിൽ നീ കൺമണി, ആ പാട്ടാണ് നല്ല അടിപൊളിയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ നമ്മൾ പ്രൊസീജിയറിന് വേണ്ടി റൂമിനകത്താണ്. ഇവിടെ ഡോക്ടറും പിന്നെ ഒരു നഴ്സും പിന്നെ ക്യാമറ കില്ലാടിയുമാണുള്ളത്. ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഇതിനെക്കുറിച്ചിട്ട് ഡോക്ടർ നല്ല രീതിയിൽ പ്രൊസീജിയറിൻ്റെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കളയേണ്ടി വന്നു. അടുത്ത വട്ടം അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ ഞാൻ ശ്രമിക്കാം. പ്രൊസീജിയറിലോട്ട് പോകുന്നുണ്ട്. ഉണ്ടല്ലേ? ഇപ്പോഴേ നോർമലി എത്ര പ്ലാസ്മയാണ് കിട്ടുന്നത്? നമുക്കൊരു 4 to 8 വരെ ബ്ലഡിന്റെ ക്വാളിറ്റി ഡിറ്റർമിനിങ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴേ നമ്മളെ ഫേഷ്യൽ ഹെയർ ലൈൻ ആണ് കേട്ടോ, അവിടെ ഫേഷ്യൽ ആർട്ടറീസ് ഉള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ ഇത് രണ്ടും ബോണി ഏരിയാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സെൻസേഷൻ ഈ ഒരു ഫ്രണ്ടിലും ഈ ഒരു സൈഡിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ പെയിൻ കൂടുതലാണെങ്കിൽ പറയണേ. ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഡോക്ടർ സാധികയാണ് എനിക്ക് ചെയ്തു തന്നത്. നമ്മളതിൻ്റെ സീരിയലിലൊക്കെ കാണുന്ന സാധിക വേണുഗോപാലിൻ്റെ കട്ടില്ലേ പോയില്ലേ ഇല്ലേ? ആ സൈഡ് തിരി നാണം വന്നങ്ങ് പോകും. ഈ സൈഡിലൊരു കട്ടുണ്ട്. ഹായ് പറഞ്ഞു. ഹായ്. ഡോക്ടർ ഫാത്തിമ, ഡോക്ടർ സാധിക വേണുഗോപാൽ.
ക്യാമറ ഒക്കെ കില്ലാടി ഇവിടെ ഉണ്ട്. ട്രീറ്റ്മെന്റ് എല്ലാം കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പം ഇതാണ് ഇപ്പം ഹെഡിൻ്റെ അവസ്ഥ. മിനിമൽ പ്രോസസ്സ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ചെറിയ പെയിൻ കാര്യം ഇപ്പം ഞാൻ ഡോക്ടറെ അല്ലല്ല അങ്ങനെയല്ല, ഞാൻ ഡോക്ടറെ ചോദിച്ചായിരുന്നു. അപ്പം പലർക്ക് പല ഇതില്ലെന്നാണ് പറയണത്. ഇച്ചിരി അത് ഭയങ്കര അൺസൈക്കബിൾ ഒന്നും അല്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സ്റ്റെപ്പായിട്ടാണ്. ആദ്യം ഒരു ഇത് പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു ഡെർമ പെൻ എന്തോ വെച്ചിട്ട് ഒരു പ്രോസസ് ഉണ്ട്. അപ്പോൾ 2ആയിട്ടാണ് ചെയ്തത്. അപ്പം എന്തായാലും വ്ളോഗ് കണ്ടിന്യൂ ചെയ്യും. എന്താണ് ഞാൻ എൻ്റെ പഴയ ഹെയറിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കി ഞാൻ കാണിക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളതും നമ്മൾ കാണിക്കും. വ്ളോഗ് ലൈഫ് ഇവിടെ തുടങ്ങുകയാണ്. ഹെയറിൻ്റെ മാത്രമല്ല പല പരിപാടികളും വരും ഇവിടെ. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകാൻ നേരം ഒരു ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ പോവല്ലേ, ഗ്ലൂക്കോസ് ഉണ്ട്, ഗ്ലൂക്കോസ് കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു ഗ്ലൂക്കോസ് കുടിക്കാനിരുന്നു. അപ്പോൾ എനിക്ക് മാത്രം ഗ്ലൂക്കോസ് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാമറ കാക്കില്ലാടി ഇവിടെ ഇരിക്കുന്നുണ്ട്, പുള്ളിക്കും ഗ്ലൂക്കോസ് വേണം, പുള്ളിക്ക് കൂടി കൊടുക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. കിട്ടിപ്പിക്കാതെ പോകില്ല. എനിക്ക് ഗ്ലൂക്കോസ് കിട്ടി. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ടാങ്കാണ്. ഗൈസ് അപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്യാമറ കാക്കില്ലാടി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പം എല്ലാം നല്ലപടി നടന്നിട്ടുണ്ട്. യെസ്, ക്യാമറ പാക്ക് ചെയ്യാൻ പോകും. യെസ്, ക്യാമറ സേഫാക്കി. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വന്നത് ലിഫ്റ്റിലാണ്, പക്ഷെ പോകുന്നത് സ്റ്റെപ്പിലാണ്. ഫിറ്റ്നസ് ഈസ് മസ്റ്റ്. നമുക്ക് എളുപ്പമുണ്ട് എന്ന് കരുതി നമ്മൾ എപ്പോഴും എളുപ്പത്തിൽ പുറകെ പോകാൻ പാടില്ല. കുറച്ച് പാടില്ല. കഷ്ടപ്പെട്ടാലേ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ താഴോട്ടാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ താഴേക്കും വരണം. ഉള്ളോട്ടൊന്നും പോലെ ഗൈസ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. വീണ്ടും സന്ധിക്കും പറയും. ബ്ലോഗിൽ കാണുന്നവരേക്കും ബൈ.